കാരശ്ശേരിയിൽ ഒരു വാർഡിൽ നിന്നും 100-ലധികം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായതായി പരാതി. വാർഡ് 13 നെല്ലിക്കാപ്പറമ്പിലാണ് സംഭവം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ സമർപ്പിക്കുകയും ഹിയറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്ത 116 പേരാണ് ഇപ്പോൾ ഒറ്റയടിക്ക് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് മുതൽ നിരവധി പരാതികളുള്ള കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് പുതിയ പരാതിയും ഉയർന്നിരിക്കുന്നത്. ഒരു വാർഡിൽ നിന്നും 100-ലധികം വോട്ടർമാർ പുറത്തായി എന്നാണ് പരാതി. വാർഡ് 13 നെല്ലിക്കാപ്പറമ്പിലാണ് സംഭവം. പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ സമർപ്പിക്കുകയും ഹിയറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്ത 116 പേരാണ് ഇപ്പോൾ ഒറ്റയടിക്ക് പട്ടികയിൽ നിന്നും പുറത്തായത്. LDF, UDF, വെൽഫെയർ പാർട്ടി തുടങ്ങി വിവിധ പാർട്ടികളിലുള്ള ആളുകളുടെയും പേരുകൾ പുതിയ ലിസ്റ്റിൽ നിന്നും പുറത്താണ്. ഇതിനുശേഷം പഞ്ചായത്തിൽ പോയപ്പോൾ അത് ശരിയായി വന്നോളുമെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോയപ്പോൾ അതേ മറുപടി വീണ്ടും ലഭിച്ചതായും വോട്ടർമാർ പറയുന്നു. നിലവിലെ പ്രശ്നം എന്താ വെച്ചാൽ 12-ാം വാർഡ് വിഭജിച്ചായിട്ട് ഇപ്പോൾ 13-ാം വാർഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ 13-ാം വാർഡിൽ ഒരു സുമാർ 100 ചില്ലാനും വോട്ടുകൾ ഇയറിങ് കഴിഞ്ഞ് പഞ്ചായത്തിൽ രേഖ എല്ലാവരും ഇയറിങ്ങിന് ഹാജരായി ഇതുവരെ ഇപ്പം 100 ചില്ലാനും ആൾക്കാരെ വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടില്ല. പുതിയ വോട്ടർ ലിസ്റ്റ് വന്നിട്ട് ബാക്കി എല്ലാ വാർഡിലും വന്നിട്ടുണ്ട്. 12-ാം വാർഡിൽ മാത്രം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അധികൃതരെ അറിയിച്ച് കലക്ട്രേറ്റിൽ പോയി ഒക്കെ പരാതി കൊടുത്തിട്ട് ഇതുവരെ അതിനൊരു നടപടി വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് അധികൃതരോട് പറയാനുള്ളത്. വാർഡ് വിഭജിച്ചതിന് ശേഷം നൽകിയ അപേക്ഷകളാണ് ഇതെല്ലാം. പഴയ 12-ാം വാർഡാണ് ഇപ്പോൾ 13ആയി മാറിയിരിക്കുന്നത്. എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്തി തങ്ങളുടെ പേരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും തങ്ങളുടെ വോട്ടവകാശം എങ്ങനെയെങ്കിലും നേടിത്തരണമെന്നുമാണ് വോട്ടർമാർ പറയുന്നത്. ഞാനിത് വോട്ട് ചെയ്യാനും വേണ്ടി പേര് കൊടുത്തിരുന്നു. പക്ഷേ വോട്ടിംഗ് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല. എൻ്റെ മാത്രമല്ല, ഇവിടുത്തെ കുറേ വലിയർമുള്ള തന്നെ കുറേ നാളെ വാർഡുകളിലെല്ലാം കുറേ ചെക്കന്മാരതൊന്നും വന്നിട്ടില്ല. എനിക്കും വോട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വോട്ട് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ അനിയന് ലിസ്റ്റിലില്ല. ഞങ്ങൾ പഞ്ചായത്തിൽ ഹിയറിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. ഞങ്ങളെ അവകാശമാണ് വോട്ട്. അതുകൊണ്ട് എന്തെങ്കിലും മാർഗം കാണണം. കലക്ടറേറ്റിലെത്തി ജോയിന്റ് ഡയറക്ടറുടെ അടുത്ത് പരാതി നൽകാൻ പോയെങ്കിലും പഞ്ചായത്ത് എന്തുകൊണ്ടാണ് വോട്ട് നിരസിച്ചത് എന്നതിന്റെ റിപ്പോർട്ടും സ്റ്റാമ്പുമായി വരാൻ പറഞ്ഞതായും ഇവർ പറയുന്നു. എന്നാൽ പഞ്ചായത്തിൽ നിന്നും നിരസിച്ച റിപ്പോർട്ടിൽ ലഭിച്ചാൽ അടുത്ത ദിവസം തന്നെ വീണ്ടും കലക്ടറേറ്റിൽ ജോയിന്റ് ഡയറക്ടറുടെ അടുത്തേക്ക് പോകാനാണ് വോട്ടർമാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മുക്കം.